T20 വേൾഡ് കപ്പിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ കളിച്ച കളികളെല്ലാം ഉജ്ജ്വലമായി വിജയിച്ച സൗത്ത് ആഫ്രിക്ക ഒടുവിൽ സെമി ഫൈനലിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ന്യൂസിലാൻഡ് ബാറ്റർമാരുടെ കിടിലൻ പെർഫോമൻസിന്റെ മുമ്പിൽ പഴയ സൗത്ത് ആഫ്രിക്കയുടെ നിഴൽ പോലും ഇന്ന് ഗ്രൗണ്ടിൽ കാണുവാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ ഈ ടീമിന് എന്താണ് സംഭവിക്കുന്നത്? ഭാഗ്യദോഷത്തിന്റെ മറുപേരാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വിസ്മരിക്കുവാൻ കഴിയില്ല. അക്ഷരാർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. എന്തൊരു പോരാട്ടമായിരുന്നു ഇതുവരെ അവർ കാഴ്ചവെച്ചത്. കഴിഞ്ഞ തവണ ടീം ഇന്ത്യയോട് ഫൈനൽ പോരാട്ടം നടത്തുമ്പോൾ നിശ്ചയമായിട്ടും അവർ കപ്പുയർത്തും എന്ന് ചിന്തിച്ച് ജനകോടികൾ അമ്പരന്നിരുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യദോഷം അന്നും കപ്പ് അവർക്ക് നിരസിച്ചു. എന്നാൽ ഇക്കുറി അങ്ങനെ ആവില്ല എന്നുറപ്പിക്കുന്ന പോരാട്ടമായിരുന്നു ഈ ടൂർണമെന്റിന്റെ തുടക്കം മുതൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. പക്ഷേ ഇന്ന് വീണ്ടും ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് ദൈവങ്ങൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മുഖം തിരിച്ചു കളഞ്ഞു. സെമി ഫൈനൽ പോരാട്ടത്തിൽ അവർ സമ്പൂർണ്ണമായി തകർന്നടിഞ്ഞുപോയി. കളിയുടെ ഒരു മേഖലയിൽ പോലും ഇത്രയും ശക്തന്മാരുടെ ഒരു ടീമിന് കരുത്തന്മാരുടെ നിരക്ക് ഒരാധിപത്യവും പുലർത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കട കാഴ്ച. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ തകർന്നുപോയ സൗത്ത് ആഫ്രിക്കൻ ടീം ആരാധക സമൂഹത്തിന്റെ മുൻപിൽ ഒരു വേദനയായി തല കുനിച്ച് വീണ്ടും നിൽക്കുകയാണ്. ഒരു വിധത്തിൽ ടീം ഇന്ത്യ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആൾക്കാർ സ്നേഹിക്കുന്ന ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഫൈനലിൽ പരാജയപ്പെടുത്തി അവർ കപ്പുയർത്തിയാൽ പോലും നമുക്ക് അത്രയധികം സങ്കടം തോന്നുവാൻ സാധ്യതയില്ല. കാരണം അത്രയേറെ ആരാധകർ ഇന്ത്യയിൽ ഈ ടീമിനുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇന്നും കണ്ണുനീരോടുകൂടി സെമി ഫൈനൽ നടന്ന കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിനോട് അവർക്ക് വിട പറയേണ്ടി വന്നു. ടോസ് വിൻ ചെയ്ത ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്കയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. പക്ഷെ തുടക്കത്തിൽ തന്നെ കരുത്തന്മാരുടെ കാലിടറി തുടങ്ങി. ക്യാപ്റ്റൻ മാർക്രവും ഡീകോക്കും 18ഉം 10ഉം റൺസോടുകൂടി തുടക്കത്തിൽ തന്നെ കൂടാരമണഞ്ഞു. പിന്നീട് ഒരു കൂട്ടപ്പാലായനമാണ് കാണുവാൻ കഴിഞ്ഞത്. 6 ഓവർ പിന്നിട്ടപ്പോൾ വെറും 48 റൺസിന് 6 വിക്കറ്റുകളാണ് വീണുപോയത്. പവർ പ്ലേ ഓവറുകളിൽ തകർത്തടിച്ച് ഒരു കൂറ്റൻ സ്കോർ നേടിയെടുക്കുവാനുള്ള പരിശ്രമത്തിനിടയിൽ ഓരോരുത്തരായി കാലിടറി വീഴുകയായിരുന്നു. 10 ഓവർ പിന്നിടുമ്പോൾ സൗത്ത് ആഫ്രിക്ക 77 റൺസിന് 5 എന്ന നിലയിലെത്തി. എന്നുവെച്ചാൽ പ്രധാനപ്പെട്ട ബാറ്റർമാരെല്ലാവരും അടിയറവ് പറഞ്ഞു എന്ന് സാരം. 100 റൺസ് അടിച്ചെടുക്കുവാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് 14 ഓവറുകളിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. തുടർന്ന് 6ാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് കളി മെല്ലെ നിയന്ത്രിച്ച് ഒരു വിധത്തിൽ 150 മുകളിലേക്ക് എത്തിക്കുന്നത്. അതിലെടുത്തു പറയേണ്ടത് സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടറായ മാർക്കോ ജാൻസന്റെ പേരാണ്. അയാൾ കൂടി പരാജയപ്പെട്ടു പോയിരുന്നുവെങ്കിൽ ഈ ടീം ഇന്ന് നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തി പോകുമായിരുന്നു. മുൻനിര പോരാളികളെല്ലാം തകർന്നു വീണയിടത്ത് ജാൻസൺ ഓരോ ന്യൂസിലൻഡ് ബൗളർമാരെയും അനായാസം ബൗണ്ടറി കടത്തുകയും സിക്സറുകൾ പായിക്കുകയും ചെയ്യുന്ന കാഴ്ച അത് വേറിട്ടൊരു കാഴ്ച തന്നെയായിരുന്നു. 27 പന്തുകളിൽ 50 റൺസ് ജാൻസൺ തൻ്റെ പേരിൽ കുറിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്ക 168ന് 8 എന്ന നിലയിലെത്തി. 30 പന്തുകളിൽ 55 റൺസ് നേടിയ മാർക്കോ ജാൻസനെ കൂടാതെ 27 പന്തുകളിൽ 34 റൺസ് നേടിയ ഡെവാൾഡ് ബ്രേവിസും 24 പന്തുകളിൽ 29 റൺസ് നേടിയ ട്രിസ്റ്റൻ സ്റ്റബ്സും മാത്രമാണ് സൗത്ത് ആഫ്രിക്കൻ നിരയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി MJ ഹെൻറിയും മാർക്ക് ഹോയിൻഷിയും 2 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ഫെർഗൂസനും നിഷാമും ഓരോ വിക്കറ്റുകളും നേടി. ബാറ്റിംഗ് അവസാനിക്കുമ്പോൾ ടീം സൗത്ത് ആഫ്രിക്ക 168ലേക്ക് എത്തി. എന്നുവെച്ചാൽ പൊരുതി നോക്കാം എന്നുള്ള ഒരു നിലവാരത്തിലേക്ക്. പക്ഷേ ആ പ്രതീക്ഷ വെറും കിനാവ് മാത്രമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള മാരകമായ പ്രകടനമായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ഓപ്പണിംഗ് ബാറ്റേഴ്സിൽ നിന്നും വെളിപ്പെട്ടത്. ന്യൂസിലാൻഡിനു വേണ്ടി ബാറ്റിംഗ് ആരംഭിച്ച ടിം സെയ്ഫേർട്ടും ഫിൻ അലനും ചേർന്ന് നേരിട്ട ആദ്യ പന്ത് മുതൽ സൗത്ത് ആഫ്രിക്കയെ നിഷ്കരുണം കശാപ്പ് ചെയ്യുവാൻ തുടങ്ങി. സത്യത്തിൽ ആ ബാറ്റിംഗ് പ്രകടനങ്ങൾ കണ്ടാൽ അപാരമായ കോൺഫിഡൻസോടുകൂടി നിമിഷ നേരങ്ങൾക്കുള്ളിൽ കളി അവസാനിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും, അത് ഞങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ള ഒരാവേശമായിരുന്നു കാണുവാൻ കഴിഞ്ഞത്. കളി 3 ഓവർ പിന്നിട്ടപ്പോൾ ന്യൂസിലാൻഡ് 37ലെത്തി. 4 ഓവർ പിന്നിട്ടപ്പോൾ 48, 5 ഓവറിൽ 62, 6 ഓവറിൽ 84. ഇങ്ങനെയായിരുന്നു ന്യൂസിലാൻഡിന്റെ ബാറ്റിംഗ് പെർഫോമൻസ്. തകർത്തടിച്ചു, തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. ഒരിക്കൽ പോലും ഓർത്തെടുക്കുവാൻ താല്പര്യപ്പെടാത്ത രീതിയിൽ സൗത്ത് ആഫ്രിക്കയുടെ ഓരോ ബൗളർമാരെയും ന്യൂസിലാൻഡ് ബാറ്റർമാർ അരിഞ്ഞു വീഴ്ത്തിയപ്പോൾ പവർ പ്ലേ ഓവർ പിന്നിട്ടു. ആ സമയത്ത് 84 എന്ന ഞെട്ടിക്കുന്ന സ്കോറിലേക്ക് എത്തി. വിക്കറ്റുകൾ ഒന്നും വീണിട്ടില്ല. 6ാം ഓവർ എറിയുവാനെത്തിയ ബോഷിനെ അലൻ 4 4ഉം 1 6ഉം അടിച്ച് 22 റൺസോടുകൂടി നശിപ്പിച്ചു കളഞ്ഞ കാഴ്ചയും ഇതിനിടയിൽ വെളിപ്പെട്ടു. അപ്പോൾ തന്നെ ടീം സൗത്ത് ആഫ്രിക്ക പരാജയം മണത്തു തുടങ്ങി. 8ാം ഓവറിന്റെ തുടക്കത്തിൽ സെയ്ഫേർട്ട് 50 കടന്നു. 28 പന്തുകളിൽ 53 റൺസുകളായിരുന്നു തൻ്റെ സമ്പാദ്യം. അതേ ഓവറിൽ തന്നെ ന്യൂസിലാൻഡ് 100 റൺസും പിന്നിട്ടു. തൊട്ടു പിന്നാലെ 19 ബോളിൽ 50 റൺസ് എടുത്ത അലനും തൻ്റെ ബാറ്റിംഗ് കരുത്ത് ക്രിക്കറ്റ് പ്രേമികളുടെ മുൻപിൽ അടയാളപ്പെടുത്തി.
10ാമത്തെ ഓവറിന്റെ ആദ്യ പന്തിലാണ് ന്യൂസിലൻഡിന്റെ ആദ്യ വിക്കറ്റ് വീഴുന്നത്. 33 ബോളുകൾ നേരിട്ട് 58 റൺസ് നേടിയ ടീം സെയ്ഫേർട്ടാണ് വീണത്. റബാദയായിരുന്നു സെയ്ഫേർട്ടിന്റെ കുറ്റി തെറിപ്പിച്ചത്. അപ്പോഴേക്കും 10 ഓവറിൽ 117 എന്ന സേഫ് ആയിട്ടുള്ള നിലയിലേക്ക് ന്യൂസിലാൻഡ് എത്തി. ഇനി വേണ്ടത് വെറും 60 ബോളുകളിൽ 46 റൺസ് മാത്രം. ഇതേ സമയത്ത് 10 ഓവറിൽ സൗത്ത് ആഫ്രിക്ക 77-5 എന്ന നിലയിൽ തകർന്നുപോയ കാഴ്ചയായിരുന്നു മുൻപ് കാണുവാൻ കഴിഞ്ഞത്. ഒടുവിൽ ടീം സൗത്ത് ആഫ്രിക്കയും അവരുടെ ആരാധകരും ഭയപ്പെട്ടത് സംഭവിച്ചു. 12.5 ഓവറിൽ സൗത്ത് ആഫ്രിക്കയുടെ പോരാട്ടത്തെ ന്യൂസിലാൻഡ് അവസാനിപ്പിച്ചു കളഞ്ഞു. സൗത്ത് ആഫ്രിക്കയെ ന്യൂസിലാൻഡ് കണ്ണിൽ ചോരയില്ലാത്ത വിധം കശാപ്പ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ഉചിതം. കളി അവസാനിച്ചപ്പോൾ 10 4ഉം 8 6ഉം പായിച്ചുകൊണ്ട് ന്യൂസിലാൻഡ് ഓപ്പണർ ഫിൻ അലൻ ഈ സെമി ഫൈനലിൽ തൻ്റെ സെഞ്ചുറിയും പൂർത്തിയാക്കുന്ന കാഴ്ച കണ്ടു. അദ്ദേഹം നേരിട്ട അവസാനത്തെ ഓവറിൽ മാർക്കോ ജാൻസനെ ഒരു ഓവറിൽ 2 6ഉം 3 4ഉം തൂക്കിക്കൊണ്ട് 24 റൺസാണ് എടുത്തത്. എന്ന് വെച്ചാൽ മാർക്കോ ജാൻസൺ എന്ന സൗത്ത് ആഫ്രിക്കൻ ബൗളർ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ ഓൾറൗണ്ടറായ മാർക്കോ ജാൻസനെ കീറി അടുക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. നശിപ്പിച്ചു കളഞ്ഞു. ന്യൂസിലാൻഡിന്റെ വിജയം ആധികാരികമായിരുന്നു. 9 വിക്കറ്റിനാണ് അവർ വിജയിച്ചു കയറിയത്. സൗത്ത് ആഫ്രിക്കയെക്കുറിച്ച് പറഞ്ഞാലും മതി വരില്ല. പഠിക്കൽ കൊണ്ട് കുടമുടയ്ക്കുന്ന ഒരു ടീം എന്ന ദുഷ്പേര് ഒരു കാലത്തും അവർക്ക് മാറ്റിയെടുക്കുവാൻ കഴിയില്ല എന്ന് വീണ്ടും അവർ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, സൗത്ത് ആഫ്രിക്കൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം കൊൽക്കത്തയിൽ ഇന്ന് കണ്ടത് ഒരു നല്ല ക്രിക്കറ്റ് മാച്ച് എന്നുള്ളതിനേക്കാൾ ഉപരി അവർക്ക് അതൊരു സങ്കട കാഴ്ചയായിരുന്നു. എന്തായാലും ഉജ്ജ്വലമായൊരു വിജയത്തോടു കൂടി ടീം ന്യൂസിലാൻഡ് T20 വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് ആധികാരികമായി വിജയിച്ചു കയറിയിരിക്കുകയാണ്. 2ാം സെമി ഫൈനൽ പോരാട്ടം അടുത്ത ദിവസം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കും. ആ പോരാട്ടത്തിൽ വിജയിച്ചു വരുന്നവരുമായി ന്യൂസിലാൻഡ് ഫൈനലിൽ കൊമ്പുകോർക്കും. ആധികാരികമായ വിജയമൊക്കെ നേടി എന്നതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും ഇത് ക്രിക്കറ്റാണ്, കാര്യങ്ങൾ പ്രവചനാതീതമാണ്. ഏത് നിമിഷവും ആർക്കും കാലിടറാം. ഒരു ചെറിയ പിഴവ് അല്ലെങ്കിൽ മികച്ചൊരു ബോള് അത് ഏതൊരു കരുത്തനെയും ഒരൊറ്റ നിമിഷം കൊണ്ട് കൊമ്പുകുത്തി വീഴുവാൻ തക്കവണ്ണം തകർത്ത് കളയാം. അതുകൊണ്ട് തന്നെ T20 വേൾഡ് കപ്പിന്റെ അടുത്ത 2 കളികൾ അത് ആവേശോജ്വലമായിരിക്കും, കരുത്തന്മാരുടെ പോരാട്ടമായിരിക്കും. കുട്ടി ക്രിക്കറ്റിന്റെ മാസ്മരിക സൗന്ദര്യം മുഴുവനും ആവാഹിച്ചുകൊണ്ട് അടുത്ത സെമി ഫൈനലിൽ ഇതിനേക്കാൾ കരുത്തുള്ള ആധികാരികമായൊരു വിജയം ടീം ഇന്ത്യ സ്വന്തമാക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. തുടർന്ന് ഫൈനലിൽ ന്യൂസിലാൻഡിന്റെ മേലും തകർപ്പൻ വിജയം നേടിക്കൊണ്ട് ടീം ഇന്ത്യ വീണ്ടും T20 വേൾഡ് കപ്പിൽ അടുത്ത ചരിത്രം എഴുതട്ടെ എന്നും പ്രാർത്ഥിക്കാം. മലയാളികൾക്ക് ഈ T20 വേൾഡ് കപ്പ് ഏറെ പ്രധാനപ്പെട്ടതാണ്, ഏറെ പ്രിയപ്പെട്ടതാണ്. അതിൻ്റെ കാരണം മലയാളിയായ സഞ്ജു സാംസൺ ഫോമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ടീമിൽ നിന്നും ഒഴിച്ചുകൂടുവാൻ കഴിയാത്തൊരു ഘടകമാണ് താൻ എന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഉജ്ജ്വലമായ പോരാട്ട വീര്യത്തോടു കൂടി അദ്ദേഹം ഗംഭീര പ്രകടനം കാഴ്ചവെക്കട്ടെ. അത് കാണുവാൻ വേണ്ടി കൂടി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. ഒപ്പം ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുവാൻ മടിക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.